ഹലോ ഗായ്സ്, ഇന്ന് പ്രവേശനോത്സവത്തിന് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. സുന്ദരിക്കുട്ടി 1ാം ക്ലാസ്സിലേക്ക് എത്തിക്കണു അല്ലേ? ഒന്ന് ഹായ് പറഞ്ഞ. ഞങ്ങൾ 1ാം ക്ലാസ്സിലെത്തി. 1ാം ക്ലാസ്സിലേക്ക് പോകണം അല്ലേ? നീ ഓടിക്കുക? പോലീസ് ഉണ്ട്, വഴിയിലുണ്ടാവും. പോലീസിനെ പിടിക്കും. പ്രവേശനോത്സവത്തിന് തസ്ലീമാനെ കൊണ്ടുപോയി സ്കൂളിലാക്കാൻ പോവാണ് ഞാനും ജമീലും കൂടിയിട്ട്. അപ്പോൾ ജമീല വണ്ടി തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ലെഫ്റ്റ് ഓടിക്കേണ്ട സ്ഥലത്ത് റൈറ്റ് ഓടിക്കും, റൈറ്റ് ഓടിക്കേണ്ട സ്ഥലത്ത് ലെഫ്റ്റ് ഓടിക്കും. പഠിച്ചു വരുന്നേ ഉള്ളൂ. മതി മുന്നിക്ക് റൈറ്റ് ഓടിച്ചോ, റൈറ്റ്. അങ്ങനെ തന്നെ. ഇപ്പോൾ കറക്റ്റായി ഓടിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് റൈറ്റ് ഓടിക്കുന്നുണ്ട്. പോട്ടെ പോന്നോട്ടെ, പേടിക്കണ്ട. അവിടെ ഇടിച്ചാണോ വന്നോളൂ. വാ മതി. ബാക്ക് മതി. കണ്ടോ, റൈറ്റ് ഓടിക്കുന്നത്, ലെഫ്റ്റ് ഓടിക്കേണ്ടത്, റൈറ്റിക്കാണ് ഓടിക്കുന്നത്. ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ഓടിക്കേണ്ടത്. വീണ്ടും റൈറ്റിക്കാണ് ഓടിക്കുന്നത്. ഈ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ റൈറ്റിക്ക് ഓടിക്കേണ്ട ലെഫ്റ്റ് ഓടിക്കേണ്ടതാണെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് അവൾക്ക്. വരട്ടെ. അല്ല പോട്ടെ. മതി. ഇറപ്പി എൻ്റെ സെൻസറും ക്യാമറ ഒക്കെ ഉണ്ട്, എന്നാലും കൊണ്ടുപോയി താങ്ങും അവിടെ ബാക്കിൽ. ഇപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ റൈറ്റിൽ തന്നെ ഓടിക്കുന്നത്. എന്നാലേ അറിയുള്ളൂ, അങ്ങോട്ടേ തിരിയുള്ളൂ, എന്നാലേ മനസ്സിലാവും. അൽഹംദുലില്ലാ, ഞങ്ങൾ പോവാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നാനോ തസ്ലീമാനോ സ്കൂളിൽ പോവാൻ. ഓക്കെ, ഞാൻ പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്യാസ് അതുപോലെ മോട്ടർ ഓണാക്കിയിട്ട് പോകും. ഇപ്പോൾ ഗ്യാസ് ഓണിലായിരിക്കണത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരത്തെ ദൂരേ ഉള്ളൂ ഇവിടുന്ന് സ്കൂളിലേക്ക്. അതുകൊണ്ട് ചോറ് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇപ്പോൾ വണ്ടി കയറിയപ്പോഴാണ് അവൾ പറയുന്നത് ഗ്യാസ് ഓണാണെന്ന്. എപ്പോഴും ഉണ്ടാണ് പ്രശ്നം. അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യും, മോട്ടർ ഓണാക്കി വെച്ച് പോവും. മോട്ടർ ഓണാക്കി വെച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തുള്ള വീട്ടിൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറയലാണ്. അപ്പോൾ ഞാൻ പറയാം ഫീസർ ഊരിക്കളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മറവിയാണ്, പിന്നെ ബേജാറുമാണ്. നമ്മൾ ഈ ആണുങ്ങളെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ ഒരുങ്ങാൻ ഇതിനൊക്കെ സമയം എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പറയുമ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും മറക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മളേക്കെ തന്നെ മിസ്റ്റേക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ. പക്ഷേ വലിയൊരു അപകടമാണ് നമ്മളെ ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാസ്സിലിരുന്ന ശേഷം നിങ്ങളെ വിളിക്കുമ്പോൾ മാത്രം ഹാളിലേക്ക് വന്നാൽ മതി. 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികൾ മുകളിലും താഴെയുമായി നിങ്ങളുടെ ക്ലാസ്സുകളിൽ 1, 2 ക്ലാസ്സിലെ കുട്ടികൾ താഴത്തെ നിലയിലെ ക്ലാസ്സുകളിലും 3, 4 ക്ലാസ്സിലെ
പ്രവേശനോത്സവം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കുകയാണ്. ജമീല കൂടെ ഉണ്ട് ഇവിടെ. നമ്മൾ എന്തൊക്കെ ചെറിയ പരിപാടിയിലാണ്. മീൻ വാങ്ങിക്കോ. മീൻ മീനിൻ്റെ പേരെന്താ അറിയാം എനിക്ക് ഇതിൻ്റെ? ഇത് മൊറോക്കോല എന്താ ഇതിൻ്റെ പേര്? മൊറോക്കോല ഇതിൻ്റെ പേരെന്താ? ഇതിനെന്താ പറയാൻ ഇവിടെ? നെത്തോലി അല്ലെങ്കിൽ ബത്തള്. നമ്മുടെ അവിടെയൊക്കെ ബത്തള് എന്ന് പറയുന്ന സാധനമാണ്. ഇതിന് നെത്തോലി എന്ന് പേരുണ്ടെന്ന് പറയുന്നേക്കാം. നെത്തോലി എന്ന് അതിൻ്റെ പേര് കേട്ടോ. അപ്പം നെത്തോലി കൊണ്ട് ചെറിയൊരു പരിപാടിയാണ്. നെത്തോലി കൊണ്ട് നമ്മൾ മസാലയൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് ചോറൊക്കെ വെച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഗൈസ്, നമ്മൾ കുറച്ച് മൂവാണ്ടൻ, വെളുത്ത മൂവാണ്ടൻ, വെള്ള മൂവാണ്ടൻ എന്നൊക്കെ പറയുന്ന കുറച്ച് മാങ്ങ ഉമ്മറത്തുള്ള ഒരു മരമാണ്. വളരെ ഉയരത്തിലായിരുന്നു മാങ്ങയൊക്കെ. അപ്പോൾ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പറിച്ചിട്ട് പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. കാരണം മൊറോക്കോയിൽ അത്ര സുലഭമായിട്ട് കിട്ടാത്തതാണ്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അവിടെ കിട്ടുക. അതും ഇവിടുത്തെ ടേസ്റ്റുള്ള മാങ്ങയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ മാങ്ങക്ക്. ഇവിടുത്തെ മാങ്ങ നല്ല ടേസ്റ്റാണ് നമ്മളെ മാങ്ങ. മീന് ഫ്രൈ ആക്കാനുള്ള മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ജമീല, كيف مدرسة يفتح اليوم؟ شنو يعني داخل المغرب شنو يجي؟ يعني كيف فيها حفلة ولا شو في؟ لا بحال هكا كيجيو الدراري وكي يشوفوا الأستاذة ديالهم كيشوفوا كتاب شنو غيشريو صافي وكيمشيو. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ സ്കൂൾ തുറക്കുമ്പോൾ പ്രവേശനോത്സവം പോലെ മൊറോക്കോയിലെ ഇതെന്താണ് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണെങ്കിൽ നമ്മൾ സെയിം ഇതേപോലെ ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് അനുബന്ധിച്ച് പാർട്ടി കാര്യങ്ങൾ, അതുപോലെ ബലൂണ് കൊടുക്കൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ട് അവിടെ നിന്നാണ് പറയൽ. പിന്നെ ആ തുറക്കുന്ന ദിവസം തന്നെ പുസ്തകം, അതുപോലുള്ള അവിടേക്കുള്ള യൂണിഫോം, എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ കിട്ടുമെന്ന് പറയാം. നമ്മളെ സ്കൂളിൽ ഇവിടെ ഇപ്പോൾ അവൾക്ക് കിട്ടിയത് കുറച്ച് മുന്നെയാണ്. കാരണം നമ്മളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വന്നിരുന്നു ഇങ്ങനെ പുസ്തകം കൊടുക്കേണ്ടത് പറഞ്ഞിട്ട്. അങ്ങനെ പുസ്തകം കൊടുത്ത് യൂണിഫോം മേടിച്ചു കൊണ്ടുവന്നു. മൊറോക്കോയിൽ യൂണിഫോം ഇല്ലത്തെ. يعني هذا اللي كيلبسوا بحال هذا اللي كيلبس دكتور عرفتوا كيلبسوا بحاله هو صغير هكا بحال هذا شو سميتها ഇവിടെ ഓവർ കോട്ട്, അത് കോട്ട്സാ. പിന്നെ അവിടെ യൂണിഫോം ഇല്ലത്ര. ഏത് ഡ്രസ്സ് ഇട്ടിട്ടും നമുക്ക്, അതായത് ആ സ്കൂളിൻ്റെ ഒരു എംബ്ലമുള്ള ഒരു കോട്ട് ഉണ്ടാവും. ആ കോട്ട് വെച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാന്നുള്ളതാണ്. ഇവിടെ കളർ യൂണിഫോമാണല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ യൂണിഫോം വന്നത് പെൺകുട്ടികൾക്ക് വന്നത്, അതായത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരു പിങ്ക് കളറും പിന്നെ ഒരു ഗ്രേ കളർ പാൻറ്റുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അല്ല അവിടെ മൊറോക്കോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഒരു കോട്ട് മാത്രം, അതായത് ഒരു ജാക്കറ്റ് പോലെ ഒരു കോട്ട് മാത്രം ഉണ്ട്. അത് മാത്രം കൊടുത്തത്. എന്താണ് ഇത് പറയാ? വെളുത്തുള്ളി മിക്സ് ആക്കുക. മുളകോ പൊടി മുളകിയ, പിന്നെ എന്താ മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ആയി തഹീൻ പൗഡർ പൊടി അറിയും. പിന്നെ ഇത് കുറച്ച് നമ്മളെ കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ അതിൻ്റെ പൗഡറാണ്. കോൺഫ്ലവറിൻ്റെ പൊടി അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കണം, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂടുതൽ നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടി വരും ഇത് ഫ്രൈ ആക്കുമ്പോൾ. സാധാ ഓയിലിൽ ഫ്രൈ ആയി കിട്ടില്ല, ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ഞെരുക്ക് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കും. قولي معك الطيب ماكله ديال الهنود بربري انا ഫുഡ് ഉണ്ടാക്കി മലയാളം കേരള. പിന്നെ കേരള ഫുഡ് ഒരുവിധമൊക്കെ പഠിച്ചു എന്നാ പറയുന്നത്. പത്തിരി ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കി
പറഞ്ഞു അറിയില്ല. മലയാളം പറയാൻ അറിയില്ല, ഫുഡൊക്കെ പഠിച്ചു. ഫുഡ് പഠിച്ചു, മലയാളം പറയാൻ അറിയില്ല. നമ്മൾ മീനിന്റെ പരിപാടി മാറിനേറ്റ് ചെയ്ത മീൻ ഇതാ അവിടെ ഇരിക്കണു. മീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോ ചോറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക. ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നി അരിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. കാരണം ആ മട്ടരി എനിക്കും പറ്റില്ല. കാരണം നമ്മൾ ദുബായിൽ നിന്നൊക്കെ കഴിച്ചിട്ട് പോയി ബാരിക്കരി കഴിച്ചിട്ട്, അതായത് പച്ചരി വലിയ ബസ്മതി അരി കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കഴിക്കാൻ കഴിയില്ല, മട്ടരി കഴിക്കാൻ കഴിയില്ല. കാര്യം എന്ത് കാര്യം ഉണ്ടാക്കണേ ജമീല? വെണ്ടക്ക പരിപ്പ്. ഇവിടെ വെണ്ടക്ക കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടക്ക കാണിച്ചു കൊടുത്താൽ പരിപ്പ് അതിലിട്ടിട്ട് പിന്നെ ഉള്ളി കട്ട് ചെയ്തിട്ട് പിന്നെന്താണ് ഉള്ളി തക്കാളി പിന്നെ മതിയോ? മുളകുണ്ട്. വെളുത്തുള്ളി, പരിപ്പ്, വെണ്ടക്ക, പിന്നെ സാധാ സവാള, തക്കാളി അല്ലേ? ഇനി ഇതില് മസാല നമ്മള് സാധാ മസാല സാമ്പാർ മസാല ഇടാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പാർ മസാലയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ജമീലാന്റെ പരിപ്പ് വെണ്ടക്കറി എങ്ങനെ ഉണ്ടാവും കഴിച്ചു നോക്കിയാൽ അറിയാം. മസാല ഇടാൻ പോവാണ്. സാമ്പാർ പൗഡർ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ പിന്നെ അൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയാം അൽബക്ക് ജമീല? ഉപ്പിട്ടില്ല? ഉപ്പ്. പപ്പടം പൊരിക്കൽ ഇപ്പം എൻ്റെ ജോലിയായിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമീലാക്ക് വയറുവേദനയാണ് ഇത്രേ. അപ്പോൾ പപ്പടം എന്നോട് പൊരിക്കാണ്, ഞാൻ പപ്പടം പൊരിക്കാണ്. ആ കറിയാണ് പണിയാണ്. കറി റെഡിയായോ? ഇനി എന്താണ് ഫ്രൈ ആണല്ലേ? അപ്പൊ അത് ഫ്രൈ വേണം, പപ്പടം പൊരിക്കണം, പിന്നെ മീൻ പൊരിക്കണം. ഷെഫ് അബ്ദുറസാഖ് തുടക്ക. وافتح الباب شو اسمه؟ وافتح باب വാതിൽ തുറക്ക. يعني بحال بحال كل شيء اسمه بحال. ഞാൻ മൊറോക്കോ ഭാഷ സംസാരിക്കുമ്പോൾ അവളോട് പറയും എല്ലാ ഭാഷ ഒരേപോലെയാണ് അറിയും. എന്ത് പറയുകയാണെങ്കിലും ഒരേ സെയിം ആയിട്ടുള്ള ഭാഷയാണ്. ഇപ്പൊ അവള് പറഞ്ഞു തുറക്ക തുടക്ക, അത് രണ്ടും ഒരേ ഭാഷയാണ്, ഒരേ വേർഡാണ്. ഇതേപോലെ ഞാൻ മൊറോക്കോ ഭാഷ സംസാരിക്കുമ്പോൾ പറയും ഞാൻ പറയും എന്താ കുല്ല് ഒരേ മാതിരി, അതായത് ഫുള്ള് ഒരേപോലെയാണ് പറയും. അപ്പൊ അവള് പറയാം അല്ലല്ല പറക്കുണ്ട് പറയും. ഇപ്പൊ അവള് പറയാനോട് തുടക്ക തുറക്ക ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ കേൾക്കുമ്പോ അവർക്ക് ഒരുപോലെ തോന്നാണ്. തുടക്ക തുറക്ക, ഡോർ തുറക്ക, ടേബിൾ തുടക്കുക, രണ്ടും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അവർ കേൾക്കുന്ന സമയത്ത് ഈ ലാംഗ്വേജ് ഒരേപോലെയാണ് അവർക്ക് തോന്നുന്നത്, ഫീലാകും. അതേപോലെ തന്നെ അവൾ എന്നോട് മൊറോക്കോ സംസാരിക്കുമ്പോൾ പറയും, ഞാൻ പറയും എല്ലാതും ഒരേമാതിരിയുള്ള വേർഡാണ് ചോദിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ഉണ്ട്, അത് അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേപോലെ ഇപ്പോൾ അവള് പറയണ എന്നോട് തുടക്ക രണ്ടും ഒരു വേർഡാണ്, ഡിഫറെൻ്റ് ഇല്ല അത്. അപ്പൊ നമ്മൾ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കാണ്, പപ്പടം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പടം കരിഞ്ഞു പോയി, തീ കുറച്ച് കൂടുതലാണെന്ന് ഡൗട്ട് ഉണ്ട്, തീ കുറച്ച് കുറക്കുക. مليالي بابرو ماريلا كتوريهم بابرو يعني ما بعرفينش يديروا بابرو. മലയാളം പപ്പടം അറിയില്ല, പൊരിക്കാൻ അറിയില്ല. മലയാളികൾ പപ്പടം എന്ന് പറഞ്ഞ കാരണം മലയാളികളാണ്. ഹിന്ദിയിലൊക്കെ പാപ്പട് എന്നാ പറയാ. പാപ്പട് 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 എന്ന് പറഞ്ഞ പപ്പടം. ഓക്കെ മതി. അതിനുശേഷം നമ്മളിപ്പോൾ പപ്പടം പൊരിച്ചതിന് ശേഷം കുറച്ച് കടുക് എടുത്തിട്ട് നമ്മൾ വറുക്കാൻ പോവാണ്. കുറച്ചുകൂടി ഇട്ടോ, കുറച്ചുകൂടി ഇട്ടോ, കടുക് 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 കുറച്ചുകൂടി പെട്ടെന്ന്. ആ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ വറുത്തിട്ടുള്ളത്, എന്താ അവസ്ഥ എന്നറിയില്ല. മതി മതി മതി.
ഒക്കെ ഒരു ചട്ടി. അപ്പൊ കഴുകണ മടിക്ക് വേണ്ടിട്ട് ഒരു ചട്ടി കഴുകിയ മതിയോ അല്ലെ? കഴുകാന് വയറുവേദന ഉണ്ട് തരാം. അപ്പൊ കാണാൻ രസമുണ്ട്, തിന്നുമ്പോഴേ അറിയുള്ളൂ. എന്നാ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാ മീൻ വറുക്കാൻ. ഇതില്ല, വെളിച്ചെണ്ണ ഒഴിക്കും. ഇവിടെ ആട്ടി വെളിച്ചെണ്ണയാണ്. നമുക്ക് അത്യാവശ്യമുള്ള തേങ്ങ ഇവിടുന്ന് ഈ തെങ്ങുമ്പോൾ തന്നെ കിട്ടാണ്ട്. ഇവിടെ വീടിൻ്റെ 4 പുറത്ത് ഒരു 5 തെങ്ങുണ്ട്. അപ്പോൾ 5 തെങ്ങിൻ്റെ എണ്ണ കൊണ്ട് ഒരു 6 മാസം 8 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എണ്ണ കിട്ടാറുണ്ട്. ഇപ്പോൾ ഓരോന്നിടുന്നു അന്നത് തീരുന്നു. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാൽ തീരൂലേ? ഓരോ വാർത്തകൾ എടുത്തിട്ടാണ് കേട്ടോ തൊലി. ഞാൻ പറയാ ഇന്നത്തെ കല്ലി വാഹനമായി ചൂട് നോക്കിയാൽ ചൂട് നോക്കിയല്ലേ? ചൂടായിക്കണോ? ചൂടായിക്കണോ? അല്ല ആയിക്കണു പറയാം. അങ്ങനെ മീൻ വറുക്കലൊക്കെ കഴിഞ്ഞു. മീൻ കംപ്ലീറ്റ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. അതിന് മുന്നേ വയറുവേദന ആണെങ്കിൽ കൂടി കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗം കഴുകി വൃത്തിയാക്കി പാത്രമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വയറുവേദന ഉണ്ട് ഭാഗത്തിന്. എല്ലാ ഭാഗം നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കച്ചറ കൂടി കിടക്കായിരുന്നു. രാവിലെ കഴിച്ച ഫുഡിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഫുള്ളായി കച്ചറ കുടുങ്ങി കിടക്കായിരുന്നു. മീൻ വന്ന് ഇനി ബാക്കി എപ്പോഴാണ് വരിക? നമ്മൾ ഉച്ചഭക്ഷണം റെഡിയായി. പൊന്നിയേറ്റ ചോറ്, സാമ്പാർ പോലത്തെ ഒരു വെണ്ടക്കക്കറി, മീൻ ഫ്രൈ, അച്ചാറ്, പപ്പടം. അപ്പോൾ പോവാണ്, ചാമ്പൻ പോവാണ്. ഇതാരുണ്ടാക്കിയതാ? ഇത് ഫുള്ള് ആരുണ്ടാക്കിയതാ? മമ്മ ഉണ്ടാക്കിയതാ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ നോക്കാം. മീൻ എങ്ങനെ കഴിക്കാം? ഇയ്യ് പറ. ചോറുണ്ടാക്കി എങ്ങനെയാണ്? കഴിച്ചു. രസമുണ്ടോ? കറി ഉണ്ടോ? ആണോ? ഞാനായിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഇത് കാലിയാക്കിയതിന് ശേഷം തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്. അധികം വെയിലൊന്നുമില്ല, ചൂടൊന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. മഴ ഇങ്ങനെ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീഡിയോ രസമുള്ള വീഡിയോ ഇടുന്ന പറയണത്. ഇത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയും മലയാളം പഠിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മലയാളം പഠിപ്പിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ. ഓക്കെ, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.